നമസ്കാരം, ആനന്ദ് ഇന്റർനാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. UK പോലീസിന്റെ വംശീയ പക്ഷപാതത്തെക്കുറിച്ച് അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ട് ഡേറ്റ പ്രൊട്ടക്ഷൻ വാച്ച്ഡോഗ്. പോലീസ് ഡേറ്റാബേസിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ചില വിഭാഗക്കാർക്കെതിരെ കൂടുതൽ തെറ്റായ തിരിച്ചറിയൽ ഉണ്ടാക്കിയെന്ന് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ കണ്ടെത്തൽ. ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് പോലീസ്. ടിക്ടോക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും AI ഡീപ്പ് ഉപയോഗിച്ച് ഫേക്ക് വീഡിയോകൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തൽ. യഥാർത്ഥ ഡോക്ടർമാരുടെ രൂപവും ശബ്ദവും ഉപയോഗിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങളാണ് വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നത്. വെൽനസ് നെസ്റ്റ് എന്ന അമേരിക്കൻ സപ്ലിമെന്റ്സ് കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകളാണ് പ്രചരിക്കുന്നത്. വംശീയാധിക്ഷേപം നടത്തിയ റീഫോം UK കൗൺസിൽ നേതാവിന്റെ പാർട്ടി അംഗത്വം റദ്ദാക്കി നിക്കൽ ഫാരേജ്. സാദിഖ് ഖാൻ, ഡേവിഡ് ലാമി തുടങ്ങിയ പൊതുവ്യക്തികളെ വംശീയാധിക്ഷേപം നടത്തിയത് ഇയാൻ കൂപ്പർ. ലണ്ടൻ മേയറെ വിശേഷിപ്പിച്ചത് നാർസിസ്റ്റിക് പാകിസ്ഥാനി എന്ന്. ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്ന് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ. എണ്ണ സംസ്കരണം, പെട്രോ കെമിക്കൽ തുടങ്ങിയവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. ഇന്ത്യ സന്ദർശനം അങ്ങേയറ്റം ക്രിയാത്മകമെന്ന് റഷ്യ. ഇന്ത്യ പുടിന് നൽകിയത് സമാനതകളില്ലാത്ത ആദരം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ അംഗീകരിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഐസിസ് പോലുള്ള ഭീകര സംഘടനകളെ ചെറുക്കാനും കറുപ്പ് പോലുള്ള ലഹരി ഉൽപാദനം നിർത്താനും താലിബാൻ ഭരണകൂടത്തിന് കഴിഞ്ഞെന്ന് പുടിൻ. താലിബാൻ ഭരണകൂടം ഇന്ത്യയുടെ പാവയാണ് എന്നും വിമത നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നും പാകിസ്ഥാൻ. റഷ്യൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ അത്താഴ വിരുന്നിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചതിൽ കടുത്ത വിമർശനവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയെയും ക്ഷണിച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ചെയർമാനെ വിരുന്നുകളിലേക്ക് വീണ്ടും ക്ഷണിച്ചു തുടങ്ങിയതിൽ സന്തോഷമെന്നും കോൺഗ്രസ്. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് തടസ്സമാകുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള പോരാട്ടമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ 127 റെയിൽവേ മേൽപ്പാലങ്ങളിൽ 105 വൈകിയതിന് കാരണം കേരളത്തിന്റെ നിലപാട് എന്നും വിമർശനം. കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് എന്നും കേന്ദ്രമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ജസ്റ്റിസ് K. ബാബു. കേസ് ഡിസംബർ 15-ന് പരിഗണിക്കും. വാർത്തകൾ വിശദമായി. UK പോലീസിന്റെ ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റത്തിലുണ്ടായ വംശീയ പക്ഷപാതത്തെക്കുറിച്ച് അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ട് ഡേറ്റ പ്രൊട്ടക്ഷൻ വാച്ച്ഡോഗ്. പോലീസ് നാഷണൽ ഡേറ്റാബേസിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ചില വിഭാഗക്കാർക്കെതിരെ കൂടുതൽ തെറ്റായ തിരിച്ചറിയൽ ഉണ്ടാക്കിയെന്ന നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ കണ്ടെത്തലിനെ തുടർന്നാണ് ഇൻഫർമേഷൻ കമ്മീഷണേഴ്സ് ഓഫീസേഴ്സ് ഹോം ഓഫീസിനോട് അടിയന്തര നടപടി ആവശ്യപ്പെട്ടത്. റിപ്പോർട്ടിൽ വെളിപ്പെട്ട കണക്കുകൾ ആശങ്ക ഉളവാക്കുന്നതാണ്. വെള്ളക്കാരിൽ 0.04% തെറ്റായ തിരിച്ചറിയൽ നിരക്ക് ഏഷ്യക്കാരിൽ 4%, കറുത്തവരിൽ 5.5% എന്ന നിലയിലാണെന്നും പ്രത്യേകിച്ച് കറുത്ത സ്ത്രീകളിൽ ഈ നിരക്ക് 9.9% കുത്തനെ ഉയർന്നതുമാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇത്രയും ഗൗരവമായ പക്ഷപാതം ഇതുവരെ തിരിച്ചറിയാതിരുന്നത് നിരാശാജനകമാണ് എന്ന് ICO വിമർശിച്ചു. വിഷയം ഗൗരവത്തോടെ കാണുന്നതായാണ് പുറത്തുവന്ന വിവരങ്ങളോട് ഹോം ഓഫീസ് പ്രതികരിച്ചത്. പുതിയ അൽഗോരിതം പരിശോധിച്ചു വരികയാണെന്നും അതിൽ സ്ഥിതിവിവരം ശാസ്ത്രപരമായ പക്ഷപാതമില്ലെന്നുമാണ് അവർ വ്യക്തമാക്കുന്നത്. അതേസമയം ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് പോലീസ് ആൻഡ് ക്രൈം കമ്മീഷണർമാർ മുന്നറിയിപ്പ് നൽകി. ഷോപ്പിംഗ് സെന്ററുകളും സ്റ്റേഡിയങ്ങളും ഗതാഗത കേന്ദ്രങ്ങളും ഉൾപ്പെടെ പൊതുസ്ഥലങ്ങളിൽ ഈ സാങ്കേതിക വിദ്യ വ്യാപകമാക്കുന്നതിന് മുൻപ് ശക്തമായ സുരക്ഷാ സംവിധാനങ്ങൾ ആവശ്യമാണ് എന്നും അവർ വ്യക്തമാക്കി. ടിക്ടോക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും യഥാർത്ഥ ഡോക്ടർമാരുടെ രൂപവും ശബ്ദവും ഉപയോഗിച്ച് AI ഡീപ്പ് ഫേക്ക് വീഡിയോകൾ സൃഷ്ടിച്ച് ആരോഗ്യവുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നതായുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവന്നു. ആരോഗ്യ വിദഗ്ധരുടെ യഥാർത്ഥ ദൃശ്യങ്ങളും ശബ്ദവും മാറ്റം വരുത്തി മോനോപോസ് അനുഭവിക്കുന്ന സ്ത്രീകളെ ചില ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്ന നൂറുകണക്കിന് വീഡിയോകളാണ് തിരിച്ചറിഞ്ഞത്. വെൽനസ് നെസ്റ്റ് എന്ന അമേരിക്കൻ സപ്ലിമെന്റ് കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലാണ് ഈ വീഡിയോകളിൽ ഭൂരിഭാഗവും പ്രചരിക്കുന്നത്. എന്നാൽ കമ്പനി ഇത് നിഷേധിച്ചു. ലിവർപൂൾ സർവകലാശാലയിലെ ആരോഗ്യ വിദഗ്ധനായ പ്രൊഫസർ ഡേവിഡ് ടൈലർ റോബിൻസൺ എന്നിവരടക്കമുള്ള നിരവധി പ്രമുഖരുടെ ചിത്രവും ശബ്ദവും ഡീപ്ഫേക്ക് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് മാറ്റം വരുത്തിയതായി കണ്ടെത്തി. കുട്ടികളുടെ ആരോഗ്യത്തിൽ പ്രത്യേക പഠനം നടത്തുന്ന ടൈലർ റോബിൻസണിനെ മെനോപാസ് സംബന്ധിച്ച തെർമോമീറ്റർ ലെഗ് പോലുള്ള യാഥാർത്ഥ്യമില്ലാത്ത ലക്ഷണങ്ങളെ കുറിച്ച് സംസാരിക്കുന്നത് പോലെയാണ് ചില വീഡിയോകൾ ചിത്രീകരിച്ചത്. 2017-ലെ PHE കോൺഫറൻസിലെയും അടുത്തിടെ അദ്ദേഹം പങ്കെടുത്ത പാർലമെന്ററി ഹിയറിംഗിലെയും ദൃശ്യങ്ങൾ ഡീപ്ഫേക്ക് നിർമ്മാതാക്കൾ ദുരുപയോഗം ചെയ്തതാണെന്ന് കണ്ടെത്തൽ സൂചിപ്പിക്കുന്നു. ടൈലർ റോബിൻസന്റെ പരാതിക്ക് ശേഷം ടിക്ടോക്ക് ആ വീഡിയോകൾ നീക്കം ചെയ്തെങ്കിലും ഇത് നിരവധി പേരെ തെറ്റിദ്ധരിപ്പിച്ചതായാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ടിക്ടോക്കിനോടൊപ്പം എക്സ്, ഫേസ്ബുക്ക്, യൂട്യൂബ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലും ഇത്തരം ഡീപ് ഫേക്ക് വീഡിയോകൾ കണ്ടെത്തിയതായി പഠനം നടത്തിയ ഫുൾ ഫാക്ട് വ്യക്തമാക്കി.
മുൻ PhD ചീഫ് എക്സിക്യൂട്ടീവ് ഡങ്കൻ സെൽബി, പോഷകാഹാര വിദഗ്ധൻ ടീം സ്പെക്ടർ, അന്തരിച്ച ഡോക്ടർ മൈക്കിൾ മോസ്ലി എന്നിവരുടെ എല്ലാം വ്യാജ ദൃശ്യങ്ങളാണ് പ്രചരിക്കുന്നത്. വ്യാജ ഡോക്ടർമാർ വഴി തെറ്റായ വിവരങ്ങൾ വ്യാപകമായി പ്രചരിക്കുന്നതിനെതിരെ കടുത്ത നടപടി ലിബറൽ ഡെമോക്രാറ്റ് ആരോഗ്യ വക്താവ് ഹെലൻ മോർഗൻ ആവശ്യപ്പെട്ടു. വംശീയാധിക്ഷേപം നടത്തിയ റീഫോം UK കൗൺസിൽ നേതാവിന്റെ പാർട്ടി അംഗത്വം നിക്കൽ ഫാരേജ് റദ്ദാക്കി. സാദിഖ് ഖാൻ, ഡേവിഡ് ലാമി, മറ്റു പൊതുവ്യക്തികളെയാണ് സ്റ്റാഫോർഡ്ഷെയർ കൗണ്ടി കൗൺസിൽ നേതാവായ ഇയാൻ കൂപ്പർ വംശീയാധിക്ഷേപം നടത്തിയത്. ലണ്ടൻ മേയറെ നാർസിസ്റ്റിക് പാകിസ്ഥാനി എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഒരു വിദേശ പൗരനെയോ ഒന്നാം തലമുറ കുടിയേറ്റക്കാരനെയോ പാർലമെന്റിൽ ഇരിക്കാൻ അനുവദിക്കരുതെന്നായിരുന്നു ലാമിക്കെതിരെയുള്ള കൂപ്പറിന്റെ അധിക്ഷേപം. ദിവസങ്ങളുടെ സമ്മർദ്ദത്തിനു ശേഷം കൂപ്പറിന്റെ പാർട്ടി അംഗത്വം വെള്ളിയാഴ്ച റദ്ദാക്കിയതായി റീഫോം UK അറിയിച്ചു. അതേസമയം ആരോപണങ്ങളോട് കൂപ്പർ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. 2023 ഉപതെരഞ്ഞെടുപ്പിലും കഴിഞ്ഞ വർഷത്തെ പൊതുതെരഞ്ഞെടുപ്പിലും ടാംവർത്തിൽ നിന്നുള്ള റീഫോംസിന്റെ പാർലമെന്ററി സ്ഥാനാർത്ഥിയായിരുന്നു. ഇംഗ്ലണ്ടിലുടനീളമുള്ള തദ്ദേശ സ്വയംഭരണ സീറ്റുകളുടെ ഒരു വലിയ ഭാഗം റീഫോം പാർട്ടി നേടിയതോടെ മെയ് മാസത്തിൽ അദ്ദേഹം സ്റ്റാഫോർഡ്ഷെയർ കൗണ്ടി കൗൺസിലിന്റെ നേതാവായി തിരഞ്ഞെടുക്കപ്പെട്ടു. ബ്രിട്ടനിലെ 2025 ഏറ്റവും സന്തോഷകരമായ സ്ഥലമായി സ്കിപ്ടൺ. ട്രൈറ്റ്മൂവ്സിന്റെ 2025 ഹാപ്പി അറ്റ് ഹോം സർവേയിൽ നോർത്ത് യോർക്ക്ഷയറിലെ സ്കിപ്ടൺ ബ്രിട്ടനിലെ ഏറ്റവും സന്തോഷകരമായ വാസസ്ഥലമായി 1ാം സ്ഥാനത്തെത്തി. മനോഹരമായ പച്ചപ്പും സമാധാനപരമായ ഗ്രാമീണ ജീവിത രീതിയും സൗഹൃദപരമായ സമൂഹവും ഈ പട്ടണത്തെ മുന്നിലെത്തിച്ചതിന് പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സർവേയർ റിച്ച്മണ്ട് ആപ്പോൺ തേംസും കാംഡണുമാണ് 2ഉം 3ഉം സ്ഥാനങ്ങളിൽ. ഈ 3 പ്രദേശങ്ങളും ജീവിത ഗുണനിലവാരത്തിലും സൗകര്യങ്ങളിലും പൊതുജനങ്ങളുടെ സംതൃപ്തിയിലും മികച്ച സ്കോർ നേടിയവയായിരുന്നു. വെസ്റ്റ് മിഡ്ലാൻഡ്സിലെ റാങ്കിങ്ങിൽ ലീമിംഗ്ടൺ സ്പൈ ആണ് 2025 ഏറ്റവും സന്തോഷകരമായ സ്ഥലം. 2ാം സ്ഥാനത്തെത്തിയ സ്റ്റാഫോർഡ്ഷെയറിലെ ലീച്ച്ഫീൽഡ് പൗരന്മാരുടെ ജീവിത സന്തോഷം, സാംസ്കാരിക പൈതൃകം, ലീച്ച്ഫീൽഡ് കത്തീഡ്രൽ പോലുള്ള ആകർഷക കേന്ദ്രങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഉയർന്ന വിലയിരുത്തൽ നേടിയത്. ഇതിനെ തുടർന്ന് സ്റ്റാർഫോർഡ് ഓൺ ഏവൻ, ഷൂസ്ബറി, ടാംവർത്ത് എന്നിവയും മികച്ച റാങ്കുകൾ നേടി. ദേശീയ തലത്തിൽ മിഡ്ലാൻഡ്സിൽ 2ാം സ്ഥാനത്തോടൊപ്പം ബ്രിട്ടനിലെ മൊത്തം പട്ടികയിൽ 13ാം സ്ഥാനവും നേടി. 19,500-ലധികം പേർ പങ്കെടുത്ത ഈ സർവേയിൽ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവർ നഗര ഉപനഗര പ്രദേശങ്ങളിലെ ആളുകളെക്കാൾ കൂടുതൽ സന്തോഷവാന്മാരാണ് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. പ്രായം കൂടുന്തോറും ആളുകൾക്ക് താമസ സ്ഥലത്തോടുള്ള തൃപ്തിയും വർദ്ധിക്കുന്നു എന്നതും പഠനം സൂചിപ്പിക്കുന്നു. 18 മുതൽ 24 വരെയുള്ളവർ ഏറ്റവും കുറവ് തൃപ്തി പ്രകടിപ്പിച്ചപ്പോൾ 65 വയസ്സിന് മുകളിലുള്ളവർ ഏറ്റവും സന്തോഷകരമായി ജീവിക്കുന്നവരായിരുന്നു എന്നാണ് സർവേയിലെ കണ്ടെത്തൽ. രോഗികളെ ലൈംഗികമായി പീഡിപ്പിച്ചെന്ന കേസിൽ ബർമിംഗ്ഹാമിലെ കിന്നണിൽ നിന്നുള്ള ഡോക്ടർ നാഥനിയൽ സ്പെൻസർക്കെതിരെ കുറ്റം ചുമത്തി. 2017 മുതൽ 2021 വരെ സ്റ്റോക്ക് ഓൺ ട്രെന്റിലും ഡസ്ക്ലിയും ചികിത്സയിൽ ഉണ്ടായിരുന്ന 38 പേരെ ഇയാൾ പീഡിപ്പിച്ചെന്നാണ് സ്റ്റാഫോർഡ്ഷെയർ പോലീസ് കണ്ടെത്തിയത്. ഇതിൽ 13 വയസ്സിന് താഴെയുള്ള കുട്ടികളോട് നടന്ന 9 അതിക്രമങ്ങളും ഉൾപ്പെടുന്നുണ്ട്. റോയൽ സ്റ്റോക്ക് യൂണിവേഴ്സിറ്റി ആശുപത്രിയിലും ഡഡ്ലിയുടെ റസൽസ് ഹാൾ ആശുപത്രിയിലുമാണ് ഇത്തരം സംഭവങ്ങൾ നടന്നതെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. 3 കുട്ടികൾക്കെതിരായ ശാരീരിക അതിക്രമവും ഇയാൾക്കെതിരെ ചുമത്തിയിട്ടുണ്ട്. പ്രതി 2026 ജനുവരി 20-ന് നോർത്ത് സ്റ്റാഫോർഡ്ഷെയർ ജസ്റ്റിസ് സെന്ററിൽ ഹാജരാകണം. അന്വേഷണം തുടരുന്നതിനാൽ സ്പെൻസറെ മെഡിക്കൽ സേവനത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്ന് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ. റഷ്യയുടെ കാഴ്ചപ്പാടിൽ ഈ സന്ദർശനം അങ്ങേയറ്റം ക്രിയാത്മകമാണ്. ലോകത്ത് മറ്റൊരിടത്തും കിട്ടാൻ സാധ്യതയില്ലാത്ത ആദരമാണ് ഇന്ത്യ പുടിന് നൽകിയത്. ഇന്ത്യയും റഷ്യയും ഒരുമിച്ച് കൊണ്ടുവന്ന രീതിയുടെ പേരിൽ ട്രംപിന് ഒരു നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്ന് റൂബിൻ കൂട്ടിച്ചേർത്തു. ഈ ധാരണാപത്രങ്ങളിൽ എത്രയെണ്ണം യഥാർത്ഥത്തിൽ ഫലപ്രാപ്തിയിലെത്തുമെന്നും റൂബിൻ ആരാഞ്ഞു. താൽപര്യങ്ങൾ ശരിക്കും ഒത്തുചേർന്നതിന്റെ ഫലമായി ഇപ്പോൾ രൂപം കൊണ്ട തീരുമാനങ്ങൾ എത്രയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യയെയും പ്രസിഡന്റ് ട്രംപ് കൂടുതൽ വിശാലമായി പരിഗണിച്ചതിലുള്ള വിദ്വേഷം കൊണ്ട് രൂപപ്പെട്ടത് എത്രയുണ്ട് എന്ന് അദ്ദേഹം ആരാഞ്ഞു. ദ്വിദിന സന്ദർശനത്തിന് ഇന്ത്യയിലെത്തിയ പുടിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്തിരുന്നു. കൂടാതെ എണ്ണ സംസ്കരണം, പെട്രോ കെമിക്കൽ, സാങ്കേതിക രംഗം തുടങ്ങിയവയിൽ പങ്കാളിത്തം ഉറപ്പുവരുത്താനും ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തിയിരുന്നു. അമേരിക്കക്കാർ ഇക്കൊല്ലം പറയാൻ പാടുപെട്ട വാക്കുകളിൽ ഒന്ന് ന്യൂയോർക്കിന്റെ നിയുക്ത മേയർ സൊഹ്റാൻ മംദാനിയുടെ പേര്. പാരീസിലെ ലൂവർ മ്യൂസിയവും അവരുടെ നാവിന് വഴങ്ങിയില്ല. ഭാഷാപഠന കമ്പനിയായ ബാബലും ദ ക്യാപ്ഷനിംഗ് ഗ്രൂപ്പും സംയുക്തമായി വ്യാഴാഴ്ചയാണ് നാവുളുക്കിച്ച പേരുകളുടെ പട്ടിക പുറത്തിറക്കിയത്. US-ലെ വാർത്താ അവതാരകർ, രാഷ്ട്രീയക്കാർ, പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന മറ്റു വ്യക്തികൾ എന്നിവർ ഉച്ചരിക്കാൻ പ്രയാസപ്പെട്ട വാക്കുകളാണ് പട്ടികയിലുള്ളത്. ഇന്ത്യൻ വംശജനും മുസ്ലിമുമായ ആദ്യ ന്യൂയോർക്ക് മേയറാണ് മംദാനി. പേര് പലതവണ തെറ്റായി ഉച്ചരിച്ചതോടെ മംദാനി തന്നെ ഉച്ചാരണം പറഞ്ഞു കൊടുക്കുന്ന സ്ഥിതിയും ഉണ്ടായിരുന്നു. പാരീസിലുള്ള ലൂവർ മ്യൂസിയത്തിലെ പകൽക്കൊള്ളയാണ് ലൂവർ വാർത്തകളിൽ നിറയാൻ കാരണം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കുഴപ്പിച്ച അസീറ്റമിനഫെൻ എന്ന വാക്കും പട്ടികയിലുണ്ട്. കുട്ടികൾക്ക് ഓട്ടിസത്തിനു കാരണമാകുമെന്ന ശാസ്ത്രീയ അടിത്തറ തീരെയില്ലാത്ത കാരണം പറഞ്ഞ് ഗർഭിണികൾ വേദന സംഹാരികൾ കഴിക്കുന്നത് നിർത്തണമെന്ന് പറഞ്ഞപ്പോഴാണ് ഈ വാക്ക് ട്രംപിന് വിനയായത്. ടൈലനോൾ എന്ന വേദന സംഹാരിയുടെ പ്രധാന ചേരുവകളിൽ ഒന്നാണ് ഇത്. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ അംഗീകരിച്ചതിന്റെ കാരണങ്ങൾ വിശദീകരിച്ച് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ.
ഐസിസ് പോലെയുള്ള ഭീകര സംഘടനകളെ ചെറുക്കാനും കറുപ്പ് പോലുള്ള ലഹരി ഉൽപാദനം നിർത്താനും താലിബാൻ ഭരണകൂടത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പുടിൻ പറഞ്ഞു. അഫ്ഗാന്റെ സ്ഥിരതയിൽ താലിബാന്റെ പങ്കിനെ പുടിൻ ശക്തമായി പിന്തുണയ്ക്കുകയും ചെയ്തു. താലിബാൻ അഫ്ഗാനിസ്ഥാനിലെ സാഹചര്യങ്ങൾ വ്യക്തമായി നിയന്ത്രിക്കുന്നുവെന്ന് പുടിൻ പറഞ്ഞു. ഐസിസ് പോലുള്ള ഭീകര സംഘടനകൾക്കെതിരെ പോരാടാൻ നടപടികൾ ആവശ്യമാണ് എങ്കിലും സ്വീകരിക്കുന്നു. രാജ്യത്തെ കറുപ്പ് ഉൽപാദനം ഗണ്യമായി കുറയ്ക്കുകയും അവരുടെ അതിർത്തികൾക്കുള്ളിൽ നിന്നുള്ള മയക്കുമരുന്ന് ഭീഷണികൾ സജീവമായി പരിഹരിക്കുന്നുവെന്നും പുടിൻ പറഞ്ഞു. താലിബാനെ അംഗീകരിച്ച ആദ്യ രാജ്യമാണ് റഷ്യ. ഭീകരതയ്ക്കെതിരെ താലിബാൻ പ്രവർത്തിക്കുന്നുവെന്ന് വ്യക്തമാക്കുന്നതിലൂടെ പുടിൻ പാകിസ്ഥാന്റെ വാദങ്ങളെയും ദുർബലപ്പെടുത്തി. പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന തെഹ്രീക്കെ താലിബാൻ പാകിസ്ഥാൻ വഴി താലിബാൻ ഭീകരതയെ പ്രോത്സാഹിപ്പിക്കുകയാണെന്നാണ് പാകിസ്ഥാൻ ആരോപിക്കുന്നത്. പാകിസ്ഥാനിലെ താലിബാൻ ഭരണകൂടം ഇന്ത്യയുടെ പാവയാണ് എന്നാണ് പാകിസ്ഥാൻ ആരോപിച്ചിരുന്നത്. പാകിസ്ഥാനിലെ വിമത നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണെന്നും പാകിസ്ഥാൻ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ത്യ ഇത് ശക്തമായി നിഷേധിച്ചിരുന്നു. ഇനി പൗണ്ട്, യൂറോ, ഡോളർ, രൂപ ഇന്നത്തെ വിനിമയ നിരക്ക്. ഒരു പൗണ്ട് 119.87 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.14 യൂറോ, ഒരു US ഡോളർ 89.93 ഇന്ത്യൻ രൂപ, ഒരു യൂറോ 104.7 ഇന്ത്യൻ രൂപ, ഒരു പൗണ്ട് 1.33 US ഡോളർ, ഒരു കനേഡിയൻ ഡോളർ 65.09 ഇന്ത്യൻ രൂപ. ഇനിയൊരു ഇടവേളയ്ക്കു ശേഷം നാഷണൽ ന്യൂസ്. Book your Indigo flight tickets easily and safely with Anand Travel. Call UK number 020-8548-4897. Indian cell number 918921120509. Or please mail to info@anandtravel.com. Have a happy journey. നമസ്കാരം, നാഷണൽ ന്യൂസിലേക്ക് സ്വാഗതം. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ ഔദ്യോഗിക അത്താഴ വിരുന്നിലേക്ക് പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയെയും ക്ഷണിച്ചിട്ടില്ല എന്ന് കോൺഗ്രസ്. ക്ഷണം സ്വീകരിച്ച ശശി തരൂരിനെതിരെയും പാർട്ടി രംഗത്തെത്തി. ലോക്സഭയിലെയും രാജ്യസഭയിലെയും പ്രതിപക്ഷ നേതാക്കളെ അത്താഴ വിരുന്നിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടോ എന്ന അഭ്യൂഹം പ്രചരിക്കുന്നുണ്ട്. രണ്ടു നേതാക്കളെയും ക്ഷണിച്ചിട്ടില്ല. AICC ജനറൽ സെക്രട്ടറി ജയറാം രമേശ് മാധ്യമങ്ങളോട് വിശദീകരിച്ചു. സർക്കാർ ദിവസേന പ്രോട്ടോകോൾ ലംഘിക്കുകയും ജനാധിപത്യ തത്വങ്ങളിൽ വിശ്വസിക്കാതിരിക്കുകയും ചെയ്യുകയാണെന്ന് കോൺഗ്രസ് വക്താവ് പവൻ ഖേരയും വിമർശിച്ചു. ശശി തരൂരിന് ക്ഷണം ലഭിച്ചിട്ടുണ്ടല്ലോ എന്ന ചോദ്യം ഉയർന്നപ്പോഴാണ് അദ്ദേഹം പരിഹസിച്ചത്. പാർട്ടിയിലെ നമ്മുടെ നേതാക്കൾക്ക് ക്ഷണം ലഭിക്കാതിരിക്കുകയും നമ്മളെ ക്ഷണിക്കുകയുമാണെങ്കിൽ മനസാക്ഷിയോട് ചോദിക്കുകയും മനസാക്ഷി അനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം. ക്ഷണിക്കുന്നതിലും ക്ഷണിക്കാതിരിക്കുന്നതിലും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ട്. അത്തരമൊരു ക്ഷണം സ്വീകരിക്കുന്നവരുടെ മേലും സംശയത്തിന്റെ നിഴലുണ്ട്. പവൻ ഖേര ഇങ്ങനെ കൂട്ടിച്ചേർത്തു. വിദേശകാര്യവുമായി ബന്ധപ്പെട്ട പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ചെയർമാനെ ഇത്തരം വിരുന്നുകളിലേക്ക് പതിവായി ക്ഷണിച്ചിരുന്ന കാലമുണ്ടായിരുന്നെന്നും എന്നാൽ കുറെ കാലമായി ഇതില്ലായിരുന്നെന്നും നേരത്തെ ശശി തരൂർ പ്രതികരിച്ചിരുന്നു. ഇത് വീണ്ടും പുനരാരംഭിച്ചിരിക്കുന്നു. എനിക്ക് ക്ഷണം ലഭിച്ചു, തീർച്ചയായും ഞാൻ പോകുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രതിപക്ഷ നേതാവിന് ക്ഷണം ലഭിക്കാത്തതിനെ കുറിച്ച് അറിയില്ല എന്നായിരുന്നു വിശദീകരണം. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് തടസ്സമാകുന്നത് കോൺഗ്രസും CPM-ഉം പോരാട്ടമാണെന്ന് ആരോപിച്ച് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ 127 റെയിൽവേ മേൽപ്പാലങ്ങളിൽ 105 വൈകിയതിന് കാരണം കേരളത്തിന്റെ നിലപാടായിരുന്നെന്നും മന്ത്രി വിമർശിച്ചു. പാർലമെന്റ് ശൈത്യകാല സമ്മേളനത്തിൽ വെള്ളിയാഴ്ച നടന്ന റെയിൽവേ വികസനം സംബന്ധിച്ച ചർച്ചയിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. ശബരിമല പാതയടക്കമുള്ള പദ്ധതികളിൽ കേരളം നിഷ്ക്രിയമാണെന്ന കോൺഗ്രസ് അംഗം JB മേത്തറുടെ പരാമർശവും റെയിൽവേ മന്ത്രിയുടെ മറുപടിയും ഇടതുപക്ഷത്തിന്റെ പ്രതിഷേധത്തിന് ഇടയാക്കി. ജോൺ ബ്രിട്ടാസും P സന്തോഷ് കുമാറും JBയുടെ ചോദ്യത്തിനും മന്ത്രിയുടെ മറുപടിക്കും തടസ്സവുമായി എഴുന്നേറ്റെങ്കിലും കേരളത്തിനെതിരെ അശ്വിനി വൈഷ്ണവ് രൂക്ഷ വിമർശനം ഉന്നയിച്ചു. CPM-ന്റെയും കോൺഗ്രസിന്റെയും പേര് പറയാതെ അംഗങ്ങളെ ചൂണ്ടിക്കാട്ടി ഇവർ തമ്മിലുള്ള പേരുകേട്ട പോരാട്ടം കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്ന തടസ്സമായി നിൽക്കുകയാണ് എന്ന് മന്ത്രി കുറ്റപ്പെടുത്തി. 63 എണ്ണത്തിന്റെ അലൈൻമെന്റ് അന്തിമമാക്കിയിട്ടില്ല എന്നതാണ് അത്ഭുതമെന്ന് ബഹളത്തിനിടയിൽ വൈഷ്ണവ് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതാണ് സംസ്ഥാനത്തിന്റെ പിന്തുണയുടെ നിലവാരമെന്നും രണ്ട് വിഭാഗവും പോരാടി തടസ്സമുണ്ടാക്കുമ്പോഴും ഉള്ളിൽ ബന്ധമുള്ളവരാണെന്നും മന്ത്രി പരിഹസിച്ചു. കേരളത്തിൽ വികസനം ഇല്ലാതാക്കുക എന്ന ഒരൊറ്റ ലക്ഷ്യത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നതെന്നും വൈഷ്ണവ് ആരോപിച്ചു. വിമാന സർവീസുകൾ സംബന്ധിച്ച പ്രതിസന്ധി ഒഴിയാതെ ഇൻഡിഗോ. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ പുറത്തുവരുന്ന കണക്കുകൾ പ്രകാരം രാജ്യത്തുടനീളം 300-ലധികം സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. വെള്ളിയാഴ്ച കമ്പനി 1000-ഓളം സർവീസുകൾ റദ്ദാക്കിയിരുന്നു. പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് ഇൻഡിഗോ ഉറപ്പു നൽകിയിരുന്നെങ്കിലും ശനിയാഴ്ചയും യാത്രക്കാർ വലയുന്ന കാഴ്ചയാണ് വിമാനത്താവളങ്ങളിൽ കാണാനാകുന്നത്. ബാംഗ്ലൂരിൽ 124 സർവീസുകളാണ് റദ്ദാക്കിയിരിക്കുന്നത്. യാത്ര ആരംഭിക്കേണ്ട 63 വിമാനങ്ങളും ബാംഗ്ലൂരിലേക്ക് എത്തേണ്ട 61 വിമാനങ്ങളുമാണ് റദ്ദാക്കിയത്. യാത്രക്കാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ചിലയിടങ്ങളിൽ പ്രതിഷേധം അക്രമാസക്തവുമാവുന്നുണ്ട്. റദ്ദാക്കലുകൾ സംബന്ധിച്ചോ റീഫണ്ട് സംബന്ധിച്ചോ യാതൊരു വിവരവും കമ്പനി അറിയിച്ചിട്ടില്ല എന്ന് യാത്രക്കാർ പറഞ്ഞു. ചെന്നൈയിലും ഹൈദരാബാദിലും സമാന അവസ്ഥ തന്നെയാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടേണ്ട 28 സർവീസുകളും ചെന്നൈയിലേക്ക് വരേണ്ട 20 സർവീസുകളുമാണ് റദ്ദാക്കിയത്.
ഹൈദരാബാദ് വിമാനത്താവളത്തിലെ കണക്കുകൾ പുറത്തുവരുന്നേയുള്ളൂ. തിരുവനന്തപുരം, ഹൈദരാബാദ്, കൊച്ചി, ജമ്മു സർവീസുകളും റദ്ദാക്കിയിട്ടുണ്ട്. ശബരിമല ദർശന കാലമായതിനാൽ നിരവധി അയ്യപ്പന്മാര് വിമാനത്താവളത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഹൈദരാബാദിൽ ശബരിമല ദർശനത്തിനായി വിമാനം ബുക്ക് ചെയ്തിരുന്ന നിരവധി ആളുകൾക്ക് യാത്ര റദ്ദാക്കേണ്ടി വന്നു. ഇതോടെ അയ്യപ്പന്മാർ ശരണം വിളികളുമായി പ്രതിഷേധിച്ചതായി എയർപോർട്ട് അധികൃതർ പറഞ്ഞു. അതിനിടെ അധിക തിരക്ക് പരിഹരിക്കുന്നതിനായി സദേൺ റെയിൽവേയും സൗത്ത് ഈസ്റ്റേൺ റെയിൽവേയും വെള്ളിയാഴ്ച ട്രെയിനുകളിൽ കൂടുതൽ കോച്ചുകൾ ഉൾക്കൊള്ളിച്ചിരുന്നു. എന്നിട്ടും തിരക്ക് പരിഹരിക്കാനായില്ല. രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആഭ്യന്തര സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്തിരുന്ന ഇൻഡിഗോയിൽ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ എയർ ഇന്ത്യ വിമാന നിരക്കുകൾ കുത്തനെ കൂട്ടിയതിലും പ്രതിഷേധം ഉയരുകയാണ്. സ്ഥിതി വഷളായതോടെ പൈലറ്റുമാരുടെ വിശ്രമം ഉറപ്പാക്കാൻ നടപ്പാക്കിയ പുതിയ ഡ്യൂട്ടി ചട്ടത്തിൽ ഇൻഡിഗോയ്ക്ക് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം താൽക്കാലിക ഇളവ് അനുവദിച്ചിരുന്നു. സർവീസുകൾ എത്രയും വേഗം സാധാരണ നിലയിലേക്ക് എത്തിക്കാൻ സാധ്യമായതെല്ലാം ചെയ്യുമെന്ന് ഇൻഡിഗോയും പ്രസ്താവനയിൽ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. രാഹുൽ മാങ്കൂട്ടത്തിൽ നൽകിയ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് കോടതിയുടെ നിർദ്ദേശം. കേസ് പരിഗണിക്കുന്ന ഈ മാസം 15 വരെയാണ് ജസ്റ്റിസ് കെ ബാബു അറസ്റ്റ് തടഞ്ഞിരിക്കുന്നത്. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോടതിയുടെ ഉത്തരവ്. കോടതി ചേർന്നയുടൻ രാഹുലിന്റെ അഭിഭാഷകൻ മുൻകൂർ ജാമ്യത്തിന്റെ കാര്യം ജസ്റ്റിസ് കെ ബാബുവിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. കേസുമായി ബന്ധപ്പെട്ട് കുറേയേറെ കാര്യങ്ങൾ തങ്ങൾക്ക് ബോധിപ്പിക്കാനുണ്ട് എന്ന് അഭിഭാഷകൻ വ്യക്തമാക്കി. തുടർന്ന് കേസിൽ വിശദമായ വാദം കേൾക്കാൻ കോടതി തീരുമാനിക്കുകയായിരുന്നു. കേസ് 15-ന് പരിഗണിക്കാമെന്നും അതുവരെ അറസ്റ്റ് ചെയ്യരുതെന്നും കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു. യുവതിയെ ബലാത്സംഗം ചെയ്യുകയും നിർബന്ധിച്ച് ഗർഭചിത്രം നടത്തുകയും ചെയ്തെന്ന കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA മുൻകൂർ ജാമ്യ ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിച്ചത്. പരസ്പര സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നെന്നും ബന്ധത്തിൽ വിള്ളൽ ഉണ്ടായപ്പോൾ യുവതി പരാതി നൽകിയതാണ് എന്നുമാണ് ഹർജിയിൽ പറഞ്ഞിരിക്കുന്നത്. ആരോപണം ബലാത്സംഗ കുറ്റത്തിന്റെ നിർവചനത്തിൽ വരുന്നതല്ല. ഗർഭചിത്രം നടത്തിയെന്ന ആരോപണം തെറ്റിദ്ധരിപ്പിക്കാനാണ്. ഇക്കാര്യത്തിൽ തന്റെ പക്കൽ മതിയായ തെളിവുകളുണ്ട്. കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണ് എന്നും ഹർജിയിൽ പറയുന്നു. കോടതിക്ക് വിധിക്കു കാത്തു നിൽക്കാതെ പോലീസ് വേട്ടയാടുകയാണ് എന്നാണ് രാഹുലിന്റെ മറ്റൊരു വാദം. എന്നാൽ അതിന് തെളിവ് ഹാജരാക്കാൻ സമയം വേണം. അന്വേഷണത്തിലും രാഷ്ട്രീയ സ്വാധീനമാണ് മുന്നിൽ. ഏറെ വൈകി നൽകിയ പരാതി മുഖ്യമന്ത്രിക്കാണ് നൽകിയത്. കൃത്യമായ നടപടികളൊന്നും പാലിച്ചിട്ടില്ല. FIRന്റെ പകർപ്പടക്കം നൽകിയിട്ടില്ല. വൈകിയുള്ള പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തണമെന്നും സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുള്ളതാണ്. അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഹാജരാകാൻ അവസരം നൽകിയാൽ കുറ്റകൃത്യത്തിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കാൻ തയ്യാറാണ് എന്നും രാഹുൽ വ്യക്തമാക്കി. തിരുവനന്തപുരം സെഷൻസ് കോടതി ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്നാണ് രാഹുൽ ഹൈക്കോടതിയെ സമീപിച്ചത്. രാഹുലിനെതിരെയുള്ള ആരോപണത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത സെഷൻസ് കോടതി അന്വേഷണത്തെ ബാധിക്കുന്നു എന്ന് വിലയിരുത്തിയായിരുന്നു ഹർജി തള്ളിയത്. മുൻകൂർ ജാമ്യം നൽകിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനും തെളിവ് നശിപ്പിക്കാനും സാധ്യതയുണ്ട് എന്നും കോടതി ചൂണ്ടിക്കാട്ടി. ജമാഅത്തെ ഇസ്ലാമി അവരുടെ കന്നി വോട്ട് മുതൽ വോട്ട് ചെയ്തത് കോൺഗ്രസിനാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 1985-ലാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ വോട്ട് ചെയ്യാൻ തുടങ്ങുന്നത്. അന്ന് അവർ വോട്ട് ചെയ്തത് ഇടതുപക്ഷത്തിനല്ല. അതിനു മുൻപ് അവർ തിരഞ്ഞെടുപ്പിൽ വിശ്വസിച്ചിരുന്നില്ല. 1992-ലെ പ്രബോധന മാസികയിലെ ലേഖനത്തിൽ 87-ലെ തിരഞ്ഞെടുപ്പിൽ മാർക്സിസ്റ്റ് ഫാസിസ്റ്റ് ശക്തികൾക്ക് വോട്ട് നൽകിയിട്ടില്ല എന്ന് അവർ തന്നെ പറയുന്നു. അപ്പോൾ കന്നി വോട്ട് ആർക്കാണ് ചെയ്തതെന്ന് വ്യക്തമല്ലേ എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 1991-ലെ തിരഞ്ഞെടുപ്പിലും ജമാഅത്തെ ഇസ്ലാമി കോൺഗ്രസിന് വോട്ട് ചെയ്തു. എന്നാൽ 1992-ൽ കേന്ദ്രം ഭരിച്ചിരുന്ന കോൺഗ്രസ് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയെ നിരോധിച്ചു. അതുകൊണ്ട് തന്നെ 1996-ലെ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അവർ വോട്ട് ചെയ്യാൻ തയ്യാറായില്ല. കോൺഗ്രസിനെതിരെയുള്ള പ്രതിഷേധ വോട്ടെന്ന നിലയിലാണ് ജമാഅത്തെ ഇസ്ലാമി വോട്ടവകാശം വിനിയോഗിച്ചത്. പിന്നീട് പല ഘട്ടത്തിലും പല രാഷ്ട്രീയ നിലപാടുകൾ സ്വീകരിച്ചു. 2006-11 കാലഘട്ടത്തിൽ VS സർക്കാർ അധികാരത്തിലിരുന്നപ്പോൾ ഇടതുവിരുദ്ധ സഖ്യത്തിനു നേതൃത്വം നൽകിയത് ജമാഅത്തെ ഇസ്ലാമിയുടെ യുവജന സംഘടനയായ സോൾഡാരിറ്റിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യയിൽ പര്യടനത്തിനെത്തിയ വിദേശ ക്രിക്കറ്റ് ടീം സമീപകാലത്തൊന്നും ഒരേ സമയം ടെസ്റ്റ് ഏകദിന പരമ്പരകൾ ജയിച്ചിട്ടില്ല. 1986-87-ൽ പാകിസ്ഥാനാണ് അവസാനമായി 2 പരമ്പരകളിലും ഇന്ത്യയെ കീഴടക്കി മടങ്ങിയത്. ഇപ്പോൾ ദക്ഷിണാഫ്രിക്ക അങ്ങനെ ഒരു അപൂർവ നേട്ടത്തിന്റെ വക്കിലാണ്. ഇന്ത്യക്കെതിരായ ടെസ്റ്റ് പരമ്പര ജയിച്ച പ്രോട്ടീസ് ഏകദിന പരമ്പരയിലും ഒപ്പത്തിനൊപ്പമുണ്ട്. അതിലെ 3-ാം മത്സരത്തിന് ശനിയാഴ്ച ഇറങ്ങുമ്പോൾ ചരിത്ര പരാജയം ഒഴിവാക്കാനുള്ള തീവ്ര പരിശ്രമത്തിലാണ് ഇന്ത്യ. മത്സരം ഉച്ചയ്ക്ക് 1:30 മുതൽ വിശാഖപട്ടണത്താണ്. ആദ്യ 2 മത്സരങ്ങളിലും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ മികച്ച സ്കോർ നേടിയെങ്കിലും 2-ാം മത്സരത്തിൽ ദക്ഷിണാഫ്രിക്ക ഇത്രയും ഉയർന്ന സ്കോർ പിന്തുണച്ച് ജയിച്ചു. ഇന്ത്യയുടെ ആത്മവിശ്വാസത്തെ തന്നെ ബാധിക്കുന്ന തോൽവിയായി അത്. 2 കളിയിലും ടോസ് നിർണായകമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ട് ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ മികച്ച സ്കോർ കണ്ടെത്തിയെങ്കിലും സന്ധ്യയോടെ മഞ്ഞുവീഴ്ച തുടങ്ങുമ്പോൾ ബൗളർമാർക്ക് കാര്യമായി ഗ്രിപ്പ് കിട്ടുന്നില്ല. അതുകൊണ്ട് എതിരാളിക്ക് അനായാസം സ്കോർ ചെയ്യാനാവുന്നു. ഏകദിനത്തിൽ തുടർച്ചയായി 20 മത്സരങ്ങളിൽ ഇന്ത്യക്ക് ടോസ് നഷ്ടപ്പെട്ടു. ശനിയാഴ്ച ഇന്ത്യൻ 11-ൽ മാറ്റത്തിന് സാധ്യത കുറവാണ്. ശുഭ്മാൻ ഗില്ലിന്റെ അഭാവത്തിൽ ഓപ്പണറായെത്തിയ യശസ്വി ജയ്സ്വാൾ സ്ഥാനമുറപ്പിക്കുന്ന പ്രകടനം കാഴ്ചവെച്ചില്ല. 4-ാം നമ്പറിൽ കഴിഞ്ഞ ദിവസം സെഞ്ചുറി നേടിയ ഋതുരാജ് ഗെയ്ക്വാദ് യഥാർത്ഥത്തിൽ ഓപ്പണറാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. UK പോലീസിന്റെ വംശീയ പക്ഷപാതത്തെക്കുറിച്ച് അടിയന്തര വിശദീകരണം ആവശ്യപ്പെട്ട് ഡേറ്റ പ്രൊട്ടക്ഷൻ വാച്ച്ഡോഗ്.
പോലീസ് ഡേറ്റാബേസിൽ ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ചില വിഭാഗക്കാർക്കെതിരെ കൂടുതൽ തെറ്റായ തിരിച്ചറിയൽ ഉണ്ടാക്കിയെന്ന് നാഷണൽ ഫിസിക്കൽ ലബോറട്ടറിയുടെ കണ്ടെത്തൽ. ഫേസ് റെക്കഗ്നിഷൻ സിസ്റ്റം രാജ്യവ്യാപകമായി വ്യാപിപ്പിക്കാനുള്ള നീക്കങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണമെന്ന് പോലീസ്. ടിക്ടോക്കും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും AI ഡീപ്പ് ഉപയോഗിച്ച് ഫേക്ക് വീഡിയോകൾ സൃഷ്ടിക്കുന്നതായി കണ്ടെത്തൽ. യഥാർത്ഥ ഡോക്ടർമാരുടെ രൂപവും ശബ്ദവും ഉപയോഗിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട തെറ്റായ വിവരങ്ങളാണ് വീഡിയോയിലൂടെ പ്രചരിപ്പിക്കുന്നത്. വെൽനസ് നെസ്റ്റ് എന്ന അമേരിക്കൻ സപ്ലിമെന്റ്സ് കമ്പനിയെ പ്രോത്സാഹിപ്പിക്കുന്ന വീഡിയോകളാണ് പ്രചരിക്കുന്നത്. വംശീയാധിക്ഷേപം നടത്തിയ റീഫോം UK കൗൺസിൽ നേതാവിന്റെ പാർട്ടി അംഗത്വം റദ്ദാക്കി നിക്കൽ ഫാരേജ്. സാദിഖ് ഖാൻ, ഡേവിഡ് ലാമി തുടങ്ങിയ പൊതുവ്യക്തികളെ വംശീയാധിക്ഷേപം നടത്തിയത് ഇയാൻ കൂപ്പർ. ലണ്ടൻ മേയറെ വിശേഷിപ്പിച്ചത് നാർസിസ്റ്റിക് പാകിസ്ഥാനി എന്ന്. ഇന്ത്യ റഷ്യ ബന്ധം മെച്ചപ്പെടുത്തിയതിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ പുരസ്കാരത്തിന് അർഹതയുണ്ട് എന്ന് പെന്റഗൺ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ. എണ്ണ സംസ്കരണം, പെട്രോ കെമിക്കൽ തുടങ്ങിയവയിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ധാരണയിലെത്തി. ഇന്ത്യ സന്ദർശനം അങ്ങേയറ്റം ക്രിയാത്മകമെന്ന് റഷ്യ. ഇന്ത്യ പുടിന് നൽകിയത് സമാനതകളില്ലാത്ത ആദരം. അഫ്ഗാനിസ്ഥാനിലെ താലിബാൻ ഭരണകൂടത്തെ റഷ്യ അംഗീകരിച്ചതായി പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. ഐസിസ് പോലുള്ള ഭീകര സംഘടനകളെ ചെറുക്കാനും കറുപ്പ് പോലുള്ള ലഹരി ഉൽപാദനം നിർത്താനും താലിബാൻ ഭരണകൂടത്തിന് കഴിഞ്ഞെന്ന് പുടിൻ. താലിബാൻ ഭരണകൂടം ഇന്ത്യയുടെ പാവയാണ് എന്നും വിമത നീക്കങ്ങൾക്ക് പിന്നിൽ ഇന്ത്യയാണ് എന്നും പാകിസ്ഥാൻ. റഷ്യൻ പ്രസിഡന്റിന് രാഷ്ട്രപതി ഭവനിൽ നൽകിയ അത്താഴ വിരുന്നിലേക്ക് ശശി തരൂരിനെ ക്ഷണിച്ചതിൽ കടുത്ത വിമർശനവുമായി കോൺഗ്രസ്. പ്രതിപക്ഷ നേതാക്കളായ രാഹുൽ ഗാന്ധിയെയും മല്ലികാർജ്ജുൻ ഖർഗെയെയും ക്ഷണിച്ചിട്ടില്ല എന്ന് പരാതി പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വം. പാർലമെന്ററി സ്ഥിരം സമിതിയുടെ ചെയർമാനെ വിരുന്നുകളിലേക്ക് വീണ്ടും ക്ഷണിച്ചു തുടങ്ങിയതിൽ സന്തോഷമെന്നും കോൺഗ്രസ്. കേരളത്തിൽ റെയിൽവേ വികസനത്തിന് തടസ്സമാകുന്നത് കോൺഗ്രസും CPM-ഉം തമ്മിലുള്ള പോരാട്ടമാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിലെ 127 റെയിൽവേ മേൽപ്പാലങ്ങളിൽ 105 വൈകിയതിന് കാരണം കേരളത്തിന്റെ നിലപാട് എന്നും വിമർശനം. കേരളത്തിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത് കോൺഗ്രസും ഇടതുപക്ഷവുമാണ് എന്നും കേന്ദ്രമന്ത്രി. രാഹുൽ മാങ്കൂട്ടത്തിലിന് ആശ്വാസം. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അറസ്റ്റ് താൽക്കാലികമായി തടഞ്ഞ് ഹൈക്കോടതി. കേസിൽ വിശദമായ വാദം കേൾക്കണമെന്ന് ജസ്റ്റിസ് K. ബാബു. കേസ് ഡിസംബർ 15-ന് പരിഗണിക്കും. ഈ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിച്ചു. നന്ദി.